എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർക്കറ്റ് നല്ല ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. 10-200 പോയിൻ്റ് ഡൗണിൽ പോയതിന് ശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ ഷോർട്ട് കവറിങ് കയറി വന്ന് മാർക്കറ്റ് നിഫ്റ്റി 0.69 പ്ലസിൽ നിന്നു. ബാങ്ക് നിഫ്റ്റി അതുപോലെ തന്നെ 10-500 പോയിൻ്റോളം ഡൗൺ പോയത്. അതിനുശേഷം കവറിങ് നിന്ന് ഏകദേശം 500 പോയിൻ്റ് പ്ലസിൽ ക്ലോസ് ആയി. ഏകദേശം 500 പോയിൻ്റിനടുത്ത് പ്ലസിൽ, അതായത് 1000 പോയിൻ്റിൻ്റെ മൂവ്മെൻറ്റ് ബാങ്ക് നിഫ്റ്റിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഷെയറുകളിനകത്ത് പലതിനകത്തും നല്ല ഡൗൺ ഓപ്പണിംഗ് ആയ ഷെയറുകൾ കവറിങ് വന്ന് നല്ല രീതിയിൽ കയറി പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് കുറച്ച് ഷെയറുകൾ നല്ല രീതിയിൽ ചാൻസ് തന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നാളത്തേന്, അതായത് മൺഡേ നമുക്ക് ട്രേഡിങ്ങിന് വേണ്ടി നമുക്ക് ഷെയറുകൾ നോക്കാം. ഞാൻ എടുത്തു വച്ചേക്കുന്ന ഷെയറുകൾ 11 ഷെയർ എടുത്തിട്ടുള്ളൂ, അധികം ഷെയർ എടുത്തിട്ടില്ല. ഈ 11 ഷെയറുകളിൽ ഏതൊക്കെ ഷെയറിനത് നമുക്ക് നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഈ സോളാര എന്ന് പറയുന്ന ഷെയർ തന്നെ, അത് ഈ പ്രീവിയസ്, അതായത് ഇന്നത്തെ ഹൈയുടെ മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുകയാണെങ്കിൽ നമുക്ക് ഷോർട്ട് സെല്ല് അടിക്കാം, ഒരു പ്രാവശ്യം ഷോർട്ട് സെല്ല് ചെയ്യാം. അതല്ല ഈ R1 പോയിട്ടാണ് വരുന്നതെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. DSSL അതുപോലെ അതിൻ്റെ ഹൈ 1468ആണ്. അപ്പോൾ R1 1542, ഒന്നുകിൽ ഇത് 1500 ലെവലൊക്കെ പോയിട്ട് ഈ 1568 കട്ടുകയാണെങ്കിൽ ആ റേഞ്ചിൽ എടുക്കാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് വോളിയം ഓപ്പണിംഗ് ടൈമിലൊക്കെ കുറവാണ്, അപ്പോൾ അത് ശ്രദ്ധിക്കുക. 1542 പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. ADF ഫുഡ് ശ്രദ്ധിക്കുക, അതും ഈ പ്രീവിയസ് ഡേ ഹൈയോ നല്ല വോളിയുള്ള ഷെയർ R1 വന്നിട്ട് ഇറങ്ങുകയാണെങ്കിൽ, R1 വന്നിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. കാരണം 5% ആകുന്നുണ്ടത്. അതുപോലെ TVS സോഴ്സസ് എന്ന് പറയുന്ന ഈ ഷെയർ, അതും 193 റേഞ്ചിന് മുകളിൽ പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. ജസ്റ്റ് ഡയൽ എന്ന് പറയുന്ന ഷെയർ, അതിൻ്റെ റിസൾട്ട് നല്ലതാണെന്ന് തോന്നുന്നതാണ് അത് കയറി വരുന്നത്. എന്തായാലും 1100 മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം നല്ലൊരു സെല്ലിങ് ചാൻസ്. നല്ല സെല്ലിങ് എന്ന് പറയുമ്പോൾ നമ്മൾ സെല്ല് ചെയ്ത 10-20 രൂപ പ്രോഫിറ്റ് കിട്ടാൻ, പെട്ടെന്ന് തന്നെ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അതിനുശേഷം ഉജ്ജീവനൊക്കെ നോക്കി ചെയ്യുക. ഉജ്ജീവൻ ഇപ്പം R1 പോയിട്ടൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ചാൻസ് എടുക്കാൻ വലിയ രീതിയിൽ ഇറങ്ങുമെന്ന് തോന്നുന്നില്ല. ഐനോക്സിൻ്റെ അതും ശ്രദ്ധിക്കുക. 590-600 റേഞ്ചിലൊക്കെ പോയിട്ട് ഈ 590 കട്ട് ചെയ്ത് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. SW സോളാർ ഈ ഹൈയോ R1 ഒക്കെ വന്നിട്ട് ഇറങ്ങുകയാണെങ്കിൽ ചാൻസ് എടുക്കാം. ഇത് ഹിന്ദുവിൽ എക്സ്പ്ലോറേഷൻ, ഇത് ശ്രദ്ധിക്കുക. അതിൻ്റെ ഹൈയും R1 ഏകദേശം ഒരേ ലെവലാണ്. അപ്പോൾ ഈ 2 ലെവലിന് പോയിട്ട് ഈ 2 ലെവലും കട്ട് ചെയ്ത് താഴെ വരുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. അതുപോലെ SW സോളാറിനകത്തും R1 പിന്നെ പ്രീവിയസ് ഡേ ഹൈയും കട്ട് ചെയ്ത് ഇറങ്ങുകയാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും ഇതിനകത്ത് നമ്മളിപ്പം RK Forge, ഈ RK Forge ഈ 800 മുകളിൽ ഈ റേഞ്ച് പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. KSCയിലും 56-63. KSCയിൽ ഈ R1 വന്നിട്ട് ഇറങ്ങുമ്പോൾ എടുക്കുന്നതായിരിക്കും നല്ലത്. ഈ 763 വന്നിട്ട് ഇറങ്ങുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറണം. ഇപ്പം നമുക്ക് ഇതുപോലെ ചാൻസ് കിട്ടുന്നില്ല, ഇപ്പോൾ പ്രീവിയസ് ഡേ ഹൈ വരുന്നില്ല എന്ന് കണ്ടാൽ നമ്മൾ 20 EMA വെച്ച് നോക്കി നമുക്ക് ചാൻസ് എടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഈ ആവറേജ് ട്രേഡ് പ്രൈസിന് താഴോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാൻ പറ്റും. ഇന്നത്തെ ഷോർട്ട് കവറിങ് ഒരു ഫ്രൈഡേ ആയതുകൊണ്ടും പിന്നെ ഈ ഇസ്രായേൽ ആ ഒരു പ്രോബ്ലത്തിൻ്റെ ഒരു രീതിയിലാണ് മാർക്കറ്റ് ഡൗൺ ഓപ്പണിംഗ് ആയത്. അതിനുശേഷം വലിയ പ്രോബ്ലം ഇല്ലയെന്ന് കണ്ടപ്പോൾ മാർക്കറ്റ് കവറിങ് വന്നു. അപ്പം ഇനിയുള്ള ദിവസങ്ങളൊക്കെ സൂക്ഷിച്ച് വേണം ട്രേഡ് എടുക്കാൻ. പല ബാഡ് ന്യൂസുകളും ഇടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇലക്ഷൻ്റെ എക്സിറ്റ് പോളുകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുക. മാർക്കറ്റ് ചുമ്മാ ഒരു കാരണം ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് താഴ്ത്തിലും അതിനുശേഷം തിരിച്ച് വീണ്ടും കയറും. അപ്പോൾ അതിനിടയിൽ നമ്മൾ അതിനകത്ത് പെട്ടുപോകാതെ ശ്രദ്ധിക്കണം. നമുക്ക് നമ്മുടേതായിട്ടുള്ള ചാൻസ് വരുമ്പോൾ മാത്രം നമ്മൾ ചാൻസ് എടുക്കുക. ഇന്നത്തെ ദിവസം നമ്മൾ ട്രേഡിങ്ങിന് എടുത്തിരുന്ന ഇത്രയും ഷെയറുകൾ 15 ഷെയർ, ഇതിനകത്ത് ഒരു 7 ഷെയറോളം നമുക്ക് നല്ല ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 3-4 ഷെയറിനെ കാണിക്കാം.
AAA ടെക് എന്ന് പറയുന്ന ഷെയർ മാർക്കറ്റ് ഡൗൺ ഓപ്പണിംഗ് വന്നിട്ട് പോലും ഇത് പ്ലസ്സിൽ ഓപ്പണിംഗ് ആയി R1 മുകളിൽ ഓപ്പണായി R2 മുകളിൽ പോയതിന് ശേഷം തിരിച്ചിറങ്ങി 144 റേഞ്ച് നമ്മൾ എൻട്രി എടുത്തായിരുന്നെങ്കിൽ നമുക്ക് 135 അതായത് 9.5 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് ടൈമിൽ 133 വന്നിട്ടുണ്ട്. 10-11 രൂപ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ജസ്റ്റ് ഡയലിനകത്ത് നല്ലൊരു ചാൻസ് ആദ്യം തന്നായിരുന്നു. അതിന് ശേഷമാണ് അത് തിരിച്ച് കയറിപ്പോയത്. ജസ്റ്റ് ഡയൽ ഇത് കണ്ടില്ലേ, പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ട്രേഡായി അതിനുശേഷം ഇവിടെ ഇറങ്ങി 1024 നമ്മൾ ട്രേഡ് എടുത്താൽ നമുക്ക് 985 വരെ വരുന്നുണ്ട്. അതായത് ഏകദേശം 40 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് തരുന്നുണ്ട്. പിന്നെ വന്നത് ഹൈ അടിച്ച് പിന്നെ വൺ സൈഡ് മൂവ്മെൻ്റ് ആയിരുന്നു. അതിനുശേഷം ലാസ്റ്റിൽ ഇവിടെ R2 എന്നൊരു ചാൻസ് നല്ല രീതിയിൽ തന്ന് 1075 റേഞ്ചിൽ നിന്ന് 1043, അതായത് 30-32 രൂപ ഇവിടെ തന്നു. 2 പ്രാവശ്യം നല്ല ചാൻസ് അതിനകത്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് നമുക്ക് ടെക്നോ ഇലക്ട്രിക് എന്ന് പറയുന്ന ഷെയർ, ടെക്നോ ഇലക്ട്രിക് മാർക്കറ്റ് ഡൗൺ ഓപ്പണിംഗ് ആയതുകൊണ്ട് പകുതി മുക്കാലും ഷെയർ നല്ല ഡൗണിലാണ് ഓപ്പൺ ആയത്. ഇതിൽ ഓപ്പണിങ് ഫ്ലാറ്റ് ഓപ്പണിങ് ചെറിയ പ്ലസ് വന്നു, പ്രീവിയസ് ഡേ ഹൈ കട്ട് ചെയ്തു ഇറങ്ങി. നമ്മളിവിടെ ഉണ്ട് 938 എൻട്രി എടുത്താൽ 921 17 രൂപ. അതിനുശേഷം വീണ്ടും ഈ റേഞ്ച് വന്നിട്ട് വീണ്ടും ഇറങ്ങി. അപ്പോൾ വീണ്ടും ഒരു എൻട്രി എടുത്താൽ വീണ്ടും ഒരു 20 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ്. 2 പ്രാവശ്യം ഇതിനകത്തും നല്ല ചാൻസ് വരുന്നുണ്ട്. അതിനുശേഷം വേറെ ഷെയർ ലിഖിത എന്ന് പറയുന്ന ഷെയർ, ലിഖിത ഇൻഫ്രാസ്ട്രക്ചർ ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈയും അതായത് R1 മുകളിൽ 2 മുകളിൽ കട്ട് ചെയ്താൽ നമുക്ക് എൻട്രി എടുക്കാം. നമ്മളവിടെ 322 എൻട്രി എടുത്താൽ നമുക്ക് 314 വരെ വരുന്നുണ്ട്. ഏകദേശം ഒരു 7-8 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഈ ജൂബിലൻ ഫാർമയൊക്കെ ഈ ആവറേജിന് താഴെ, അതായത് 704 താഴെ നല്ല രീതിയിൽ തന്നിട്ടുണ്ടായിരുന്നു. ജൂബിലൻ ഫാർമ വൺ സൈഡ് മൂവ്മെൻ്റാണ് അത് കാണിച്ചത്. ജൂബിലൻ ഫാർമ ഇപ്പം 704 അതിൻ്റെ ആവറേജ് ആ റേഞ്ച് വന്നുമില്ല, 700 റേഞ്ച് തന്നെ താഴെ പോയത്. മാർക്കറ്റ് ഡൗൺ ഓപ്പണിംഗ് വന്നത് വൺ സൈഡ് ഇറക്കമായിരുന്നു. പിന്നീട് DYCL എന്ന് പറയുന്ന ഷെയർ, DYCL R1 R2 പോയി ഇറങ്ങി. R2 477 എന്നത് 453, 449, 445, അതായത് 30 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അതും കൊടുക്കുന്നുണ്ടായിരുന്നു. മറ്റ് ഷെയറിനകത്ത് ചെറിയ ചെറിയ പ്രോഫിറ്റുകൾ നമുക്ക് എടുക്കാൻ പറ്റും. നമ്മൾ നോക്കിയിരുന്ന് CPR ലെവലുകൾ നോക്കിയിരുന്ന് ട്രേഡ് എടുക്കുവാണെങ്കിൽ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. തിങ്കളാഴ്ച തിങ്കളാഴ്ച നമ്മൾ എടുത്തിട്ടുള്ളത് 11 ഷെയറേ ഉള്ളൂ. നമുക്ക് ചാൻസുകൾ വരുമ്പോൾ മാത്രം ട്രേഡ് എടുക്കുക. നല്ലൊരു ഡിസിപ്ലിനോടുകൂടി ട്രേഡ് എടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവർക്കും തിങ്കളാഴ്ച നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.